സല്യൂട്ട് സ്നേഹിതരെ. സെൻട്രൽ ഡെപ്യൂട്ടേഷന് പോകുന്ന എല്ലാ ഓഫീസേഴ്സിനും വിദേശത്ത് പോകാൻ വളരെയധികം അവസരങ്ങൾ ലഭിക്കും. സംസ്ഥാന പോലീസിലുള്ളവരും ഒരുപാട് വിദേശയാത്രകളും പര്യടനങ്ങളും മീറ്റിങ്ങുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്നവർക്ക് അതിലേക്കാണ് കുറച്ചും കൂടെ കൂടുതൽ ഒരു പടി അതുക്കും മേലെ എന്ന് പറയുന്ന പോലെ ഒരു പടി കൂടുതൽ അവസരങ്ങൾ ലഭിക്കാറുണ്ട്. ഞാൻ CBI കയറി 1 വർഷം കഴിഞ്ഞിട്ടും എനിക്കിതുവരെ ഒരു അവസരവും കിട്ടാത്തതിലും പലരും പോകുന്നത് കൊണ്ട് എൻ്റെ കൂടെയുള്ള ചെന്നൈയിലുള്ള ഓഫീസേഴ്സ് പോകണു, ബാംഗ്ലൂരുള്ള ഓഫീസേഴ്സ് പോകുന്നുണ്ട്. എനിക്ക് പോകാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അന്നത്തെ ഡയറക്ടർ CBI ഡോക്ടർ R.K. രാഘവൻ, വളരെ നല്ല ഓഫീസറായിരുന്നു, തമിഴ്നാട് കാഡർ ഓഫീസറായിരുന്നു. അപ്പോൾ അദ്ദേഹവുമായിട്ട് ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചപ്പോൾ വിദേശ യാത്രകളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തമാശ രൂപത്തിൽ പറഞ്ഞു, ഇതുവരെ ഇത്രയും വർഷമായിട്ടും എനിക്കൊരു വിദേശത്തെ ഒഫീഷ്യലായിട്ട് ഒരു ട്രിപ്പ് പോലും പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞത് അദ്ദേഹം കേട്ട പാവം കാണിച്ചില്ല. ആ സമയം ഞാൻ കുറച്ച് ചമ്മി. ഞാൻ വെറുതെ ആവശ്യമില്ലാതൊന്നും പറയാൻ പോകണ്ടായിരുന്നു. പക്ഷെ അത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തെന്ന് തോന്നുന്നു. കാരണം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്നെ JD പോളിസി എന്ന് പറഞ്ഞൊരു ഓഫീസർ വിളിച്ചായിരുന്നു. മലയാളിയാണ്, തമിഴ്നാട് കാഡറാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം മലയാളം ഒന്നും കാര്യമായിട്ട് സംസാരിക്കില്ല. ബാലേന്ദ്രൻ സാറ്. JD പോളിസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് CBI. അദ്ദേഹത്തിന്റെ ഓഫീസ് CBI ഹെഡ്ക്വാർട്ടേഴ്സിലല്ല, MHAയുടെ പ്രവർത്തിക്കുന്ന DOPT BPRD ഓഫീസ് അതെല്ലാം പ്രവർത്തിക്കുന്ന സ്ഥലത്ത് നോർത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞ പാർലമെന്റിന്റെ അവിടെയാണ് അദ്ദേഹം ഇരിക്കുന്നത്. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ശ്രീലേഖ ഡയറക്ടർ പറഞ്ഞു ദാറ്റ് ദർ ഇസ് എ ഇന്റർപോൾ മീറ്റിംഗ് കമ്മിങ് അപ്പ് ഇൻ ലിയോൺ. അതിന് ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ശ്രീലേഖ അയക്കാൻ പറഞ്ഞു. ടോപ്പിക് എന്ന് പറയുന്നത് പ്രിവെൻഷൻ ഓഫ് ട്രാഫിക്കിംഗ് ഇൻ വിമൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ശ്രീലേഖ പോകാൻ തയ്യാറെടുത്തോളൂ, നെക്സ്റ്റ് മന്ത് ആണ് മീറ്റിംഗ് എന്ന് വിളിച്ച് പറഞ്ഞു. ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആയി. പക്ഷേ എന്നാലും ഞാൻ എല്ലാവരോടും ഒന്നും പറയാൻ പോയി. കഴിഞ്ഞ 2 പ്രാവശ്യം പറഞ്ഞപ്പോൾ അത് നടക്കാതെ പോയില്ലേ. അപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നി ചിലപ്പോൾ ഒരുപാട് നെഗറ്റീവായിട്ട് വേവ് ഉണ്ട്, അസൂയ വരും ആൾക്കാർക്ക്. അതൊക്കെ കൊണ്ടായിരിക്കും ചിലപ്പോൾ നടക്കാത്തത്. അതുകൊണ്ട് ആരോടും പറയണ്ടെന്ന് വെച്ചാൽ ഞാൻ ഹസ്ബൻഡിനോട് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് മനസ്സിൽ കൂടെ പോയത് സിയറ ലിയോൺ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യമുണ്ട്. അപ്പോൾ അവിടെയായിരിക്കും സിയറ ലിയോണിൽ. എനിക്കൊരു കുറച്ച് വിഷമമായി, കഷ്ടം. ആദ്യമായിട്ട് വിദേശത്ത് ഔദ്യോഗികമായിട്ട് പോകുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്കാണല്ലോ. CBIയിൽ നിന്ന് അവസാനം അതിൻ്റെ മീറ്റിങ്ങിൻ്റെ കമ്മ്യൂണിക്കേഷൻ വന്നപ്പോഴാണ് വ്യക്തമാകുന്നത് കാര്യം എന്താണ്. യുണൈറ്റഡ് നേഷൻസ് നടത്തുന്ന ഒരു സെമിനാറാണ്, 4 ദിവസത്തെ ഒരു കോൺഫറൻസ് ആണ്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു ഡ്രാഫ്റ്റ് പ്രോട്ടോകോൾ ടു പ്രിവെന്റ് ട്രാഫിക്കിംഗ് ഇൻ വിമൻ, അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്ത്രീകളുടെ അനധികൃത കടത്ത് തടയാനായിട്ട് നിർദ്ദേശങ്ങളും റെക്കമെൻഡേഷൻസും അടങ്ങുന്ന ഒരു കുറിപ്പ് തയ്യാറാക്കി യുണൈറ്റഡ് നേഷൻസിന് അയക്കാനാണ്. അത് നടക്കുന്നത് ഇന്റർപോളിന്റെ ആസ്ഥാനമായിട്ടുള്ള ലിയോൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അത് ഫ്രാൻസിലാണ്, ആഫ്രിക്കയിലല്ല. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇന്റർപോളിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഫ്രാൻസിലാണെന്നും ലിയോൺ എന്ന് പറയുന്ന സ്ഥലത്താണെന്നും UN നടത്തുന്ന കോൺഫറൻസ് ആണെന്നും അതിന്റെ വിഷയം ഇതാണെന്നും ഇന്ത്യയിൽ നിന്ന് ഒരാൾ മാത്രമേ പോകുന്നുള്ളൂ, അത് ഞാനാണ് എന്നുള്ളത്. സകല ചെലവുകളും യുണൈറ്റഡ് നേഷൻസ് ആണ് വഹിക്കുന്നത്. അപ്പോൾ CBIയും അല്ല, കേന്ദ്ര സർക്കാരുമല്ല, UN ഫണ്ടിൽ നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഇത് നടക്കും ഒരു എക്സൈറ്റ്മെന്റ് ആയി. മീറ്റിംഗ് തുടങ്ങുന്നതിന്റെ ഒരാഴ്ച മുമ്പ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലെത്തി. ഡൽഹിയിൽ അവിടെ വെച്ചിട്ടാണ് എൻ്റെ വിസയും പാസ്പോർട്ടും തരുന്നത്. ഉറപ്പായിട്ട് എനിക്ക് മനസ്സിലാവുന്നത് പോകാൻ ആയി എന്നുള്ളത്. അപ്പോൾ അന്ന് ഹസ്ബൻഡ് വർക്ക് ചെയ്തിരുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു, മകൻ പഠിച്ചുകൊണ്ടിരുന്നത് എറണാകുളത്ത് ഒരു സ്കൂളിലായിരുന്നു, അമ്മ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. അപ്പോൾ മോനെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവേണ്ട ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ അമ്മേൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, അമ്മ ഒന്ന് വന്ന് ഒരാഴ്ച 2 ആഴ്ച വന്ന് എറണാകുളത്ത് നിൽക്കുമോ. അന്ന് എനിക്ക് ഒരു മറിയമ്മ എന്ന പേരുള്ള ഒരു സ്ത്രീയായിരുന്നു വീട്ടിൽ ജോലിക്ക് ഉണ്ടായിരുന്നത്. കുറച്ചൊരു ദേഷ്യം ഉണ്ട്, മുൻകോപമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മോൻ്റെ അടുത്തൊന്നും വലിയ സ്നേഹത്തിലൊന്നും പെരുമാറില്ല. അപ്പോൾ എനിക്കൊരു സമാധാനമില്ല അങ്ങനെ നിർത്തിയിട്ട് പോകാൻ. അപ്പോൾ അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ പ്ലീസ് ഒന്ന് നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. കൂടാതെ പട്ടിയുണ്ട്, പൂച്ചയുണ്ടായിരുന്നു ആ സമയത്ത്, അങ്ങനെ മൃഗങ്ങളും കോഴിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ആരെങ്കിലും ഇല്ലാതെ അതൊന്നും നടന്നു പോകില്ലല്ലോ. ഞാനെല്ലാം പാക്ക് ചെയ്ത്, എനിക്കിനി വേറെ ഒന്നും ചെയ്യാനില്ല. ഒന്നാമത് 4 ദിവസത്തെ ട്രെയിനിങ്ങേ ഉള്ളൂ. കൂടാതെ നേരത്തെ ഞാൻ തയ്യാറാക്കി വെച്ചിരുന്ന വുളൻസും കോട്ടും ഒക്കെ ഉണ്ട്. പിന്നെ ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് പോകുമ്പോൾ സാരിയാണല്ലോ ഉടുക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ 2-3 സാരിയൊക്കെ പാക്ക് ചെയ്തു. പാരീസിൽ ഇന്ത്യൻ എംബസിയിൽ ഞാൻ ചെല്ലണം, അവിടെ നിന്ന് കുറച്ച് ഡോക്യുമെന്റ് കിട്ടുമെന്ന് പറഞ്ഞതനുസരിച്ച് ആ എംബസിയിലെ ഒരു ഉദ്യോഗസ്ഥനെ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയും അദ്ദേഹം കുറച്ച് ഡീറ്റെയിൽസ് തരികയും, എത്ര മണിക്കാണ് ചെല്ലേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് തരികയും ചെയ്തു. ഇതിനേക്കാൾ വളരെ ജൂനിയർ ഒരു IFS ഓഫീസറായിരുന്നു അത്. ഞാൻ എൻ്റെ അക്കൗണ്ടിൽ കിടന്ന് 25,000 രൂപയുടെ ഒരു FD ഞാനത് പ്രിമച്യൂറായിട്ട് വിഡ്രോ ചെയ്ത് അതിൽ നിന്ന് കുറച്ച് ഫ്രാങ്ക് ഒക്കെ ആയിട്ട് മാറ്റി അതും കൈവച്ചോട്ടാണ് പോയത്. ഡൽഹിയിലേക്ക് ചെന്നു. കേരള ഹൗസിലാണ് താമസിച്ചിരുന്നത്. എൻ്റെ പാസ്പോർട്ട് ഒഫീഷ്യൽ പാസ്പോർട്ട്, ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ആയിരുന്നെങ്കിലും എനിക്ക് തന്ന ടിക്കറ്റ് ഇക്കോണമി ക്ലാസ് ടിക്കറ്റ് ആയിരുന്നു. എയർപോർട്ടിൽ ചെന്നപ്പോഴും ലൗഞ്ചിൽ ഇരിക്കാമോ എന്നൊരു സംശയമുണ്ട്. ആദ്യമായിട്ടുള്ള വിദേശയാത്രയാണ്, പലതും
അറിയില്ല, എല്ലാം സ്വയം തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൗൺസിലൊന്നും ഇരിക്കാനോ അതിനുള്ള എഫേർട്ട് എടുക്കാനോ അറ്റംപ്റ്റ് ചെയ്യാനോ ഒന്നും പോയില്ല. അവിടെയുള്ള ആരെയും വിളിച്ച് പറഞ്ഞില്ല. ഞാൻ സാധാരണ പോലെ വെളിയിൽ ഇറങ്ങി പെട്ടിയും സാധനങ്ങളും ഒക്കെ എടുത്തോണ്ട് ക്യൂ നിന്ന് വിസ സ്റ്റാമ്പ് ചെയ്യാനുള്ള കൗണ്ടർ ചെല്ലുമ്പോൾ മാത്രമാണ് അവർ അതിശയമായിട്ട് എന്നെ ഒന്ന് നോക്കുന്നത്, ഈ പാസ്പോർട്ട് കണ്ടിട്ട്. ക്യൂവിൽ നിന്ന് എന്തുകൊണ്ട് വന്നു എന്നുള്ള ഒരു അതിശയമായിട്ട്. എന്തായാലും അത് അവർ മിണ്ടാതെ സ്റ്റാമ്പ് ചെയ്ത് തന്നു. അതും കൊണ്ട് ഞാൻ പെട്ടിയൊക്കെ വലിച്ചുകൊണ്ട് പോയി ഫ്ലൈറ്റിന് വേണ്ടി കാത്തിരിക്കും. ബാഗ് ചെക്ക് ഇൻ ചെയ്ത് കയറ്റി എൻ്റെ കയ്യിലൊരു ഹാൻഡ് ബാഗേജ് മാത്രമേ ഉള്ളൂ. ബുക്കൊക്കെ വായിച്ചുകൊണ്ടിരുന്ന സമയമായിട്ടും വിളിക്കുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് 1 മണിക്കൂർ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാത്തപ്പോൾ കുറേ പേരൊക്കെ അസ്വസ്ഥരായി. അവരെ കേസ് അന്വേഷിച്ചു. അപ്പോൾ അത് ഫ്ലൈറ്റ് ഡിലേ ആണ്, എന്തോ ടെക്നിക്കൽ പ്രോബ്ലം ഉണ്ട് ഫ്ലൈറ്റിന് എന്ന് പറഞ്ഞു. അങ്ങനെ 3 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഏകദേശം ഉച്ചക്കലത്തെ ലഞ്ചിൻ്റെ ടൈമും കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം അവർ എന്തോ സാൻഡ്വിച്ചോ മറ്റോ പാക്കറ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിതരണം ചെയ്തു. വളരെ മോശമായിരുന്നു. ഒരു കുപ്പി വെള്ളവും തന്നു. അത് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങൾ ഇരിക്കുകയാണ്. ഇപ്പം ശരിയാവും എന്ന് പറഞ്ഞിരുന്നിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 5-5:30 മണിയായപ്പോഴേക്കും അവർ പറയുന്നു ഫ്ലൈറ്റ് പിറ്റേ ദിവസം അതിരാവിലെ ആക്കി മാറ്റി. എല്ലാവരും ഞങ്ങൾ ഹോട്ടലിലോട്ട് കൊണ്ടുപോകാം ആവശ്യമുള്ളവർക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വീടുണ്ടെന്നുണ്ടെങ്കിൽ പോയിട്ട് വന്നാൽ മതി. ബാഗേജ് കൂടെ എടുത്തുകൊണ്ട് പോകണം, കാരണം ഫ്ലൈറ്റിലോട്ട് ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ അതത് ബാഗും കൂടെ എടുത്തുകൊണ്ട് പെട്ടിയും എടുത്തുകൊണ്ട് വേണം പോകാനായിട്ട്. അത് കൺഫ്യൂഷനായി. അവിടെ ഏകദേശം 2-3 മണിക്കൂർ ഇങ്ങനെ വഴക്കും ബഹളവും ഒക്കെ ആയിട്ട് പാസഞ്ചേഴ്സ് എയർ ഇന്ത്യയുടെ സ്റ്റാഫും ഒക്കെ ആയിട്ട് ബഹളം നടന്നു. അവസാനം ഒരു 7 മണി അടുപ്പിച്ചാണ് ഒരു വണ്ടി അറേഞ്ച് ചെയ്ത് ഞങ്ങളെല്ലാവരും ബാഗും ഒക്കെ തിരിച്ചെടുത്ത് വലിയ ബസ് പോലെ ഒരു വണ്ടി കയറി അവർ അശോക ഹോട്ടലിലാണ് കൊണ്ടുപോയത്. എയർ ഇന്ത്യയും ഹോട്ടൽ അശോക ITTCയുടെ ഹോട്ടലാണല്ലോ. അപ്പോൾ അവർ തമ്മിൽ എന്തോ ഒരു ടൈപ്പ് ഉണ്ട്. ഇതുപോലെ ഡിലേ വന്നു കഴിഞ്ഞാൽ അവരെ ഹോസ്റ്റ് ചെയ്യാമെന്നോ മറ്റോ പറഞ്ഞ് ലാഭത്തിന് താമസിപ്പിക്കാമെന്നോ ഞങ്ങൾ ഉണ്ടെന്ന് തോന്നുന്നു. ഓർത്തോ രാവിലെ പോയത് എയർപോർട്ടിൽ ഭയങ്കരമായിട്ട് ടയറിങ് ആയിരുന്നു. പക്ഷേ കിട്ടിയ മുറി നല്ലതായിരുന്നു. 9 മണിയായപ്പോഴേക്കും വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ വെച്ചു എങ്ങനെയാണ് ഭക്ഷണവും അവർ അറേഞ്ച് ചെയ്യുമല്ലോ, എയർ ഇന്ത്യക്കാർ തന്നെ ചെയ്യേണ്ടത്. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചു എന്താ പരിപാടി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു റൂം സർവീസ് പറഞ്ഞാൽ മതി മാഡം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി എനിക്ക് റൂം പറഞ്ഞു ഈ നമ്പർ അല്ല വേറെ നമ്പർ എന്ന് പറഞ്ഞാൽ അവർ റൂം സർവീസിലോട്ട് കണക്ട് ചെയ്ത് തന്നു. ഞാൻ അവിടെ അടുത്ത് പറഞ്ഞപ്പോൾ എന്താ വേണ്ടതെന്ന് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും മതി, കൂടെ കട്ട് ഫ്രൂട്ട്സ് എന്തെങ്കിലും കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞു. ഭയങ്കര വലിയ പ്ലേറ്റിനകത്തൊക്കെ വെച്ച് എല്ലാം കൊണ്ടുവന്നു. ഞാനത് കഴിച്ചു. രാത്രി പിന്നെ ഞാൻ എല്ലാവരെയും വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഫ്ലൈറ്റ് ഡിലേ ആണ്. എംബസിയിലുള്ള ഓഫീസറെ വിളിച്ച് പറഞ്ഞു, കാരണം അദ്ദേഹത്തെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ ഡേറ്റിനേക്കാളും കുറച്ച് വൈകുമല്ലോ. എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു, അമ്മയെ വിളിച്ച് പറഞ്ഞു, JD പോളിസിയെ വിളിച്ച് പറഞ്ഞു. അന്ന് മൊബൈൽ ഫോൺ വന്നിട്ടില്ലാത്തത് കൊണ്ട് എല്ലാം ഇങ്ങനെ ഹോട്ടലിലെ ഫോണിൽ നിന്നാണ് ഞാൻ വിളിച്ചത്. അലാറമൊക്കെ വെച്ച് എണീറ്റ് നമ്മൾ 4 മണിയായപ്പോഴേക്കും താഴെ എല്ലാവരും ബാഗൊക്കെ ആയിട്ട് എത്തി. അപ്പോൾ ബസ് വന്ന് അതിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും ഒരാൾ വന്ന് എൻ്റെ അടുത്ത് റിസപ്ഷനിൽ നിന്ന് പറഞ്ഞു മാഡം ഒരു ബില്ല് പേയ്മെൻറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം എന്ത് ബില്ല്, എയർ ഇന്ത്യ അല്ലേ ബില്ലെല്ലാം തരുന്നേ എന്ന് പറഞ്ഞു. പിന്നെ റൂം റെൻ്റ് അല്ല, അത് അവർ മീറ്റ് ചെയ്യും, പക്ഷേ മാഡം ഇതിലൊക്കെ അയച്ച് ഡിന്നറിൻ്റെ ഫോൺ വിളിച്ചതിൻ്റെ ബില്ലും ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ഡിന്നർ ഒരു എയർ ഇന്ത്യ തന്നെ തരുന്നതല്ലേ ചോദിച്ചപ്പോൾ അല്ലല്ല അതല്ല മാഡം സെപ്പറേറ്റ് ആയിട്ടാണ് ഓർഡർ ചെയ്തതെന്ന്. ഞാൻ റിസപ്ഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു റൂം സർവീസാണ് ഓർഡർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടോണ്ടിരുന്ന എയർ ഇന്ത്യയുടെ ഒരു ഓഫീസർ പറഞ്ഞു അല്ല ഞങ്ങൾ ബുഫേ ഡിന്നറാണ് അറേഞ്ച് ചെയ്തത്. ഡൈനിങ് ആയിട്ടുള്ള ഏരിയയുടെ വശത്തായിട്ട് ഞങ്ങളൊരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു എയർ ഇന്ത്യ ഡിന്നർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ വന്നിരുന്ന് കഴിക്കണമായിരുന്നു ബോർഡിംഗ് പാസ് കാണിച്ചിട്ട് എന്ന് പറഞ്ഞു. നല്ല ബുഫേ മിസ് ചെയ്യല്ലോ എന്ന് വിചാരിച്ച് കഷ്ടപ്പെട്ട് ഞാൻ തന്നെ പോട്ടെ ചപ്പാത്തിയൊക്കെ കഴിച്ചു. അതായിട്ട് ബില്ലൊന്നും ആയി കാണില്ല എന്ന് വെച്ചാൽ ഞാൻ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴേക്കും അവർ ഈ 3000 രൂപയുടെ ഒരു ബില്ലെടുത്ത് തന്നു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ആ സമയം 3000 രൂപ എന്നൊക്കെ പറയുന്നത് ഭയങ്കര വലിയ എമൗണ്ടാണ്. ഞാൻ 3000 രൂപയുടെ ബില്ല്. ഞാൻ എനിക്ക് 2-3 ഫോൺ കോളും വിളിച്ച് ചപ്പാത്തിയല്ലേ തിന്നുള്ളൂ എന്ന് പറയുമ്പോൾ ചപ്പാത്തിക്ക് തന്നെ ആയി ഏകദേശം 1000 രൂപ അടുപ്പിച്ചു. 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ടാണോ എന്നറിയില്ല. വെള്ളത്തിന് തന്നെ ഏകദേശം 50 രൂപ. ഫോൺ ബില്ലിന് ഇൻ്റർനാഷണൽ കോളും STDയും അത് കൂടെ ചേർത്തിട്ട് വീണ്ടും 1000-1500 രൂപ. അപ്പോൾ അതിനെല്ലാം കൂടെ ചേർത്ത് എൻ്റെ കയ്യിൽ എടുക്കാൻ പൈസയില്ല. ഞാൻ രൂപയായിട്ട് വളരെ കുറച്ച് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. എനിക്കൊരു ഡെബിറ്റ് കാർഡ് ATM കാർഡ് ഉണ്ടായിരുന്നു. ആദ്യമായിട്ട് കാർഡ് ഇറങ്ങിയത് കൊണ്ട് എക്സൈറ്റ്മെൻറ്റിന് അത് എടുത്ത് വെച്ചതുകൊണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ അവിടെ അശോക ഹോട്ടലിൽ പേയ്മെൻറ്റ് നടത്തിയത്. അപ്പോൾ അത് കുറച്ചൊരു നിരാശയായിരുന്നു, ഇത്രയും പൈസ വെറുതെ ചിലവാക്കേണ്ടി വന്നല്ലോ. എയർപോർട്ടിൽ ചെന്ന് അവിടെ നിന്ന് ഫ്ലൈറ്റ് കയറാൻ നേരത്ത് വീണ്ടും കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടായി, ചില സ്നാഗൊക്കെ ഉണ്ടായി, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അപ്സെറ്റായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്. ആദ്യമായിട്ട് വിദേശയാത്ര പോകുന്ന അവസരം നടന്നല്ലോ ഇത്രയും പ്രോബ്ലം ആയിട്ടാണെങ്കിലും ഞാനിങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കയറുന്നത്. അപ്പോൾ എൻ്റെ മുമ്പിൽ പോയവരെല്ലാവരെയും ഈ ഫ്ലൈറ്റിൽ കയറുന്നവർ നമസ്തേ വെൽക്കം ടു എയർ ഇന്ത്യ എന്ന് പറഞ്ഞ് ചെയ്യുന്ന അത് തെറിയൊക്കെ വിളിച്ചിട്ട് ദേഷ്യമായിട്ട് എന്നൊക്കെ നോക്കിയിട്ടൊക്കെയാണ് പോകുന്നത്. ഞാൻ മാത്രം അവർ പറഞ്ഞപ്പോൾ തിരിച്ച് ചിരിച്ച് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരോട് ചിരിച്ചുകൊണ്ട് കയറി. അപ്പോൾ അവർക്ക് എല്ലാവരുടെയും ഒക്കെ ഭയങ്കരമായിട്ട് പ്രസൻ്റ് ആയിട്ട് എല്ലാ സ്റ്റാർട്ടിങ്ങിൽ ഒരാൾ സന്തോഷമായിട്ട് ചിരിച്ചുകൊണ്ട് കയറിയല്ലോ ഫ്ലൈറ്റിൽ എന്നുള്ള മട്ടിൽ അവർ കാണിക്കുകയും എനിക്ക് കിട്ടിയ സീറ്റ് എന്ന് പറയുന്നത് വളരെ നല്ലൊരു സീറ്റായിരുന്നു. അതായത് 2 പേര് മാത്രമുള്ള ഒരു പോലെ ഒരു സ്ഥലത്ത് എൻ്റെ അടുത്തൊരു ലേഡിയും ഞാനും മാത്രം, വേറെ ആരും ഇല്ല അവിടെ അടുത്തൊന്നും. ഒരു പ്രത്യേക എനിക്ക് തോന്നുന്നൊരു ഫസ്റ്റ് ക്ലാസ് ഒക്കെ പോലെ ഒരു ഫീലിംഗ് ആണ് അതിനകത്ത്. എക്കണോമിക് ടിക്കറ്റ് ആണെങ്കിൽ പോലും
നല്ല നീറ്റായിട്ട് ചാരി ഇരിക്കാൻ പറ്റി, ഉറങ്ങാൻ പറ്റി. എക്സ്ട്രാ ഒരു കുഷൻ കൊണ്ട് തന്നു, ബ്ലാങ്കറ്റ് കൊണ്ട് തന്നു. സ്വീറ്റ് വേണോ ചോക്ലേറ്റ് വേണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഭയങ്കര VIP ട്രീറ്റ്മെൻ്റ് ആയിരുന്നു അതിനകത്ത്. കാരണം ഞാനിങ്ങനെ പ്ലസൻ്റ് ആയിട്ട് ചിരിച്ചുകൊണ്ട് പോയതുകൊണ്ട് അവർക്ക് എന്നോട് വലിയ സ്നേഹമായിരുന്നു. പാരീസിലുള്ള ചാൾസ് ടി കെയിൽ എയർപോർട്ട് എന്ന് പറഞ്ഞ എയർപോർട്ടിലാണ് ഞാൻ ചെന്ന് ഇറങ്ങിയത്. അതിരാവിലെയാണ് ആ സമയം, പരവര വെളുത്ത് വരുന്നേ ഉള്ളൂ. ഒരു 5-5:30 മണി അടുപ്പിച്ചാണ് ഇറങ്ങുന്നത്. എന്തായാലും ഒഫീഷ്യൽ പാസ്പോർട്ട് ആയതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാതെ വെളിയിൽ ഇറങ്ങി. ബാഗൊക്കെ കളക്ട് ചെയ്തു. ഞാൻ പുറത്തിറങ്ങി കുറച്ച് സമയം നിന്ന് ഞാൻ ചെന്ന് ഒരു ടാക്സി പിടിക്കാം. കാരണം ഈ സമയത്ത് ആ എംബസി ഓഫീസറെ വിളിച്ച് ഉടർത്തി അയാളെ വന്ന് വിളിച്ചുകൊണ്ട് പോകാമെന്ന് പറയുന്നത് ശരിയല്ലോ. അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞ് പതുക്കെ സ്ലോ ആയിട്ട് പോയാൽ മതി, എനിക്ക് സൈറ്റ്സ് സീനറി എൻജോയ് ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ടൈമൊക്കെ എടുത്ത് ഏർലി മോർണിംഗ് പാരീസൊക്കെ എൻജോയ് ചെയ്തുകൊണ്ട് പതുക്കെ ഡ്രൈവ് ചെയ്ത് അവിടെ പോയി. എംബസിയുടെ ഡോർ അടച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വെളിയിൽ ചെന്ന് കുറേ തട്ടിയൊക്കെ വിളിച്ച് ബെല്ലൊക്കെ അടിച്ച് നോക്കിയിട്ട് ആരും വന്നില്ല. അപ്പോൾ ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു സെക്യൂരിറ്റി അവസാനം വന്നിട്ട് 9 മണിക്കേ തുറക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാധ്യത ഞാൻ എനിക്ക് വേറെ ഒരിടത്ത് പോകാനൊന്നുമില്ല, വെയിറ്റ് ചെയ്യാമെന്ന് ഞാൻ അവിടെ വെളിയിൽ പടിയിൽ ഇരുന്നു. എന്നിട്ട് ഞാനൊരു ബുക്ക് എടുത്ത് വെച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾക്ക് എന്നോട് സിമ്പതി തോന്നിയിട്ടായിരിക്കും. ആൾ പറഞ്ഞാൽ മാഡം അകത്ത് കയറിയിരിക്കുകയെന്ന്. ഞാൻ തുറന്നു തന്ന് റിസപ്ഷൻ്റെ വശത്തുള്ള ഒരു സോഫയിൽ എനിക്ക് ഇരിക്കാനായിട്ട് അനുവാദം തന്നു. നല്ല തണുപ്പായിരുന്നു ആ സമയത്ത്. കുറച്ച് കഴിയുമ്പോൾ ഒരു സ്ത്രീ വന്നു, റിസപ്ഷനിസ്റ്റ്. അവരോട് ഞാൻ ഇതൊക്കെ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു അങ്ങനെ ഇന്ന ഓഫീസർ വരുമ്പോൾ എന്നോട് പറയണേ, ഈ ഓഫീസറെ കാണാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. 10 മണിയായിട്ടും വന്നില്ല, 10:30 ആയിട്ടും വന്നില്ല. 11 മണിയായപ്പോൾ ഞാൻ 3 പ്രാവശ്യമൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഓഫീസർ വന്നിട്ടുണ്ട്, എന്തോ ഒരു മീറ്റിങ്ങിന് കയറിയിരിക്കുകയാണ്. ഞാൻ കണ്ടില്ലല്ലോ പോകുന്നപ്പോൾ അവിടെ എൻട്രൻസ് വേറെ വഴിയാണ്, ഇത് വിസിറ്റേഴ്സിനുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ വിസിറ്റർ, പിന്നെ എന്തായാലും കാണാൻ എത്ര പ്രയാസം എന്ന് പറഞ്ഞാൽ ഒരു 11 അടുപ്പിച്ചാണ് ഓഫീസർ എന്നെ കാണാൻ അനുവദിച്ചത്. ലിയോണിലോട്ടുള്ള ഫ്ലൈറ്റ് വൈകിട്ടേ ഉള്ളൂ. അപ്പം ഒരു 4-5 മണിക്കൂർ ടൈം ഉള്ളതുകൊണ്ട് എനിക്ക് ആദ്യമായിട്ട് പാരീസിൽ വരികയാണ്, എനിക്കിവിടെ കണ്ടാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നിട്ട് ഞാൻ ആദ്യം മാഡത്തിൻ്റെ കാശ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അത് ഞാൻ എടുപ്പിച്ചുകൊണ്ട് തരാമെന്ന്. അങ്ങനെ അയാൾ എനിക്ക് 500 അടുപ്പിച്ച് എത്രയോ ഫ്രാങ്ക് തരികയും എന്നെ കൊണ്ട് രജിസ്റ്റർ ഒപ്പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പറഞ്ഞു വണ്ടിയൊന്നും ഇല്ല ഇവിടെ, ഞാൻ തന്നെ എൻ്റെ സ്വന്തം വണ്ടിയാണ്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാം. ആദ്യമായിട്ട് അയാൾ ഡ്രൈവ് ചെയ്ത് പോയത് റൈൻ നദിയുടെ അടുത്തുള്ള ഐഫൽ ടവർ. അതാണ് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള സ്ഥലം. അപ്പോൾ ഐഫൽ ടവറിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ കറങ്ങിക്കൊണ്ട് പോയി, ഇറങ്ങിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇറങ്ങണം എന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അയാൾ ഒരു സ്ഥലത്ത് കൊണ്ട് ഇവിടെ പാർക്കിംഗ് ഒന്നും ഇല്ല എന്നൊക്കെ ബുദ്ധിമുട്ടൊക്കെ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് കുറച്ച് ദൂരെ കൊണ്ട് നിർത്തിയിട്ട് ദൂരെ നിന്ന് പടങ്ങളെടുത്തു. ഒരു ചെറിയ ക്യാമറയും കൊണ്ടാണ് പോയത്. അത് വെച്ച് അയാളെ കൊണ്ട് കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് ദൂരെ നിന്ന് ഐഫൽ ടവർ കണ്ടു, അതിൻ്റെ പടങ്ങൾ എടുത്തു. അടുത്തോട്ടൊന്നും പോകാനോ കയറാനോ സമയം കിട്ടിയില്ല. പിന്നെ ആർക്ക് ദേ ട്രയംഫ് എന്ന് പറയുന്ന വലിയൊരു ആർച്ച് പോലെ ഒരു സാധനം, ഭയങ്കര ഭംഗിയുള്ളത്, അത് കണ്ടു. അവിടെ നിർത്തി ഇറങ്ങി കാണാൻ പറ്റി. നോട്ടർഡാം പള്ളി വളരെ ഫേമസ് ആണ് എന്ന് പറഞ്ഞിട്ട് പള്ളിയുടെ മുമ്പിൽ കൊണ്ടുപോയി. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് ഓടി അകത്ത് കയറണം എന്ന് പറഞ്ഞാൽ അങ്ങനെ അകത്ത് കയറി ഞാനൊരു മെഴുകുതിരി വാങ്ങി കത്തിച്ചു വെച്ചു. മദറിൻ്റെ പടമുള്ള ഒരു ഗ്ലാസ് പാത്രത്തിനകത്തുള്ള ഒരു മെഴുകുതിരിയാണ്. അയാൾ എന്നെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഇറക്കി വിട്ടു. പാവം, നല്ലൊരു ഓഫീസറായിരുന്നു. ലിയോണിലുള്ള എയർപോർട്ടിൽ നിന്ന് ഞാനൊരു ടാക്സി പിടിച്ചിട്ട് ഹോട്ടലിൻ്റെ അഡ്രസ്സ് കൊടുത്ത് അങ്ങനെ ഹോട്ടലിൽ ചെന്ന് ഇറങ്ങുമായിരുന്നു. എനിക്ക് കുറച്ചൊരു വിഷമം തോന്നി. ഹോട്ടൽ എന്ന് പറയുന്നൊന്നും അല്ല, അതൊരു വീട് പോലെ ഒരു സ്ഥലം. അടുത്തടുത്തുള്ള കെട്ടിടങ്ങളിൽ ഗേറ്റുകളിനകത്ത് ഒരു ഗേറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ ഹോട്ടലിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്, അത്രയും മാത്രമേ ഉള്ളൂ. ഒരു ചെറിയ വാതിലുണ്ട്. വാതിൽ തുറക്കുമ്പോൾ അകത്തുനിന്ന് ഒരു ബെല്ല് കണക്കണമെന്ന് അടിക്കും, മുകളിൽ എന്തോ കെട്ടിയിട്ടിരിക്കുന്ന ബെല്ല്. അകത്തോട്ട് ചെല്ലുമ്പോൾ ഒരു കുഞ്ഞു ലോബി, എല്ലാം പച്ച പെയിൻ്റൊക്കെ അടിച്ചിട്ട് ഒരു സ്ത്രീ, ഒരു തടിച്ച ഒരു കൊച്ചു സ്ത്രീ മാത്രം റിസപ്ഷനിൽ ഇരിപ്പുണ്ട്. ആ 4 ദിവസം അവിടെ താമസിച്ച സമയം മൊത്തം ഞാൻ ഈ സ്ത്രീയെ മാത്രമേ കണ്ടിട്ടുള്ളൂ. പടി കയറി മുകളിലോട്ട് ചെല്ലുമ്പോഴാണ് റൂമെന്ന് അവർ പറഞ്ഞതനുസരിച്ച്. ഞാൻ ചോദിച്ചു ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇപ്പോൾ ഇല്ലാതെ. ഞാൻ പെട്ടി എടുക്കാൻ ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടോ? ഇപ്പോൾ ആരുമില്ല, എടുത്തോട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പെട്ടിയും എടുത്ത് സാധനങ്ങളും എടുത്ത് പടി കയറി മുകളിൽ കയറി എൻ്റെ മുറി കണ്ടുപിടിച്ച് തുറന്നകത്ത് കയറി പോയപ്പോൾ നല്ല കുഴപ്പമില്ലാത്തൊരു മുറി, വലിപ്പമൊന്നുമില്ല, ചെറുതാണ്, ഒരു കൊച്ചു ബെഡാണ്, ബാത്റൂം ക്ലീനാണ്, എല്ലാം നീറ്റാണ്, എല്ലാം പച്ചയാണെന്നേ ഉള്ളൂ. ഒരു പച്ചയോട് എനിക്ക് വലിയ ഇഷ്ടമില്ല, കാരണം സ്കൂൾ യൂണിഫോമിൻ്റെ നിറമായിരുന്നു പച്ച. ആ കളറായിരുന്നു അവിടെ മുഴുവൻ അടിച്ച, കർട്ടൻ്റെ കളർ വരെ ആ പച്ചയായിരുന്നു. ഭയങ്കര നല്ല കാഴ്ചയായിരിക്കും, വ്യൂ ആയിരിക്കും, മലകളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് ഞാൻ പ്രതീക്ഷയോടുകൂടി കർട്ടനൊക്കെ മാറ്റി ജനലിൽ കൂടെ നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ജനലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഞാൻ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അതുപോലെ ഒട്ടിച്ചതൊന്നുമല്ല, അത് അപ്പുറത്തൊരു വലിയ മതിലാണ്. എൻ്റെ തൊട്ടടുത്തുള്ള വേറെ ബിൽഡിങ്ങിൻ്റെ ഒരു വോളാണ് കാണുന്നത്. ഒരു വ്യൂ ഇല്ലാത്തൊരു മുറിയായിരുന്നു അത്. ഇപ്പോൾ ഒറ്റ ജനലേ ഉള്ളൂ അതിനകത്ത്. ഇത് ശ്വാസം മുട്ടുന്ന പോലെയുള്ളൊരു മുറിയാണല്ലോ അടച്ചിട്ടിരിക്കുന്ന പോലെയെന്ന്. പിറ്റേന്ന് രാവിലെ ഞാൻ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നീറ്റായിട്ട് കഴിച്ച് റെഡിയായി. സാരിയാണ് ഉടുത്തത്, കാരണം ഇന്ത്യയുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുമല്ലേ UN. പുറത്തൊരു കോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു തണുപ്പിന് വേണ്ടിയിട്ട്. താഴെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര കാറ്റ്. അപ്പോൾ ആ കാറ്റത്ത് ഇങ്ങനെ സാരി താഴെ നിന്ന് അടിച്ച കാറ്റ്, സാരി പറന്ന് പോകും അങ്ങോട്ട്, കാലൊക്കെ വെളി കാണുന്ന പോലെ. ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പം ആ ഇൻ്റർപോൾ ഓഫീസർ പറഞ്ഞിട്ടായിരുന്നു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി എങ്ങനെ നടന്നാലാണ് ഇൻ്റർപോൾ ഓഫീസിലെത്തുന്നത്,
ഏത് ടേണിങ് എടുക്കണം, ഏതിൻ്റെ മുമ്പിൽ കൂടെ നടക്കണം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നതുകൊണ്ട് വളരെ ക്ലിയർ ആയിട്ട് എനിക്ക് നടക്കാൻ പറ്റി. 5-10 മിനിറ്റ് സമയം എടുത്തുള്ളൂ നടന്ന് ഇന്റർപോളിൻ്റെ സ്ഥലം. വളരെ എളുപ്പം ഡയറക്ഷൻ ബോർഡും എല്ലാം വളരെ എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റി. ഇന്റർപോൾ എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. അതാണ് ഒരു കൊച്ചൊരു കുടില് പോലൊരു സ്ഥലം, ഒരു കെട്ടിടം, ഇങ്ങനെ ചെറിയൊരു കെട്ടിടം, ഒരു മുമ്പിൽ ഒരു കൊച്ചൊരു സാധനം, കംപ്ലീറ്റ് വയർ ഫെൻസിങ്ങിൻ്റെ അകത്തൂടെ ഒരു ഗേറ്റാണ്. അപ്പോൾ അത് സെക്യൂരിറ്റി തുറന്നു തന്നു. എൻ്റെ ID കാർഡൊക്കെ കാണിച്ചപ്പോൾ സെക്യൂരിറ്റി ക്ലിയറൻസ് തന്ന് എനിക്കൊരു ബാഡ്ജും തന്ന് അതിന് ശേഷം താഴോട്ട് ഒരു ലിഫ്റ്റാണ്. അത് കഴിഞ്ഞ് അങ്ങോട്ട് ചെന്ന് പോകുമ്പോഴേക്കും ഒരു ഭയങ്കര ഒരു അണ്ടർഗ്രൗണ്ട് ആണോ അതോ വേറെ സ്ഥലത്താണോ എത്തിയതെന്ന് പോലും അറിയാൻ പറ്റാത്ത പോലെ വലിയൊരു കെട്ടിടമാണ്. ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ വലിയൊരു ലോബിയും അതിൻ്റെ നടുക്ക് താഴെ ഇങ്ങനെ ഇന്റർപോളിൻ്റെ എംബ്ലം മാർബിളിൽ കൊത്തി ഇട്ടിരിക്കുന്നത്, 4 വശത്തുമായിട്ട് ഇങ്ങനെ വലിയ പൊക്കത്തിലുള്ള കെട്ടിടങ്ങളും അതിനകത്ത് സ്ഥലങ്ങളും. അപ്പോൾ അവരെന്നെ എല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു. ആനയിച്ചുകൊണ്ട് കൊണ്ടുപോയി ഒരു ഹാളിൽ, കോൺഫറൻസ് ഹാളിൽ. ഞങ്ങൾ 25 പേരെ ഉണ്ടായിരുന്നുള്ളൂ. 25 രാജ്യങ്ങളിൽ നിന്നുള്ള റെപ്രസെൻറ്റേറ്റീവ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് കോഫി ബ്രേക്സ് ഉണ്ട്, ഭയങ്കര നല്ല കാപ്പി, പിന്നെ സ്നാക്സ് തരും, ഉച്ചയ്ക്ക് അവിടെ നിന്ന് തന്നെ ലഞ്ച് തരും. അങ്ങനെ നല്ല ഒരു മീറ്റിംഗ് ആയിരുന്നു. സബ് കമ്മിറ്റി ഉണ്ടാക്കി ഫോർ ഡ്രാഫ്റ്റിംഗ് ദ പ്രോട്ടോകോൾ. അതിന് വേണ്ടിയിട്ട് സബ് കമ്മിറ്റിയിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തി. എൻ്റെ സജഷൻസ് അവർക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ നല്ല ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്താണ് അത് പ്രിപ്പയർ ചെയ്തത്. ഈ ഡ്രാഫ്റ്റ് പ്രോട്ടോകോൾ അവസാനം അപ്രൂവ് ചെയ്യുകയും അതിന് ഭയങ്കര അപ്രീസിയേഷൻ കിട്ടുകയൊക്കെ ചെയ്ത കാര്യമാണ്. വളരെ നല്ല സ്ഥലമാണ്, മലയുടെ മുകളിലാണ്. അവിടെ വിശേഷപ്പെട്ട കാര്യങ്ങളൊന്നുമില്ല, മ്യൂസിയം പോലെയോ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കുറേ കൊച്ചു കൊച്ചു പള്ളികളുണ്ട്. എനിക്ക് അവിടുത്തെ കാഴ്ചകളിൽ വളരെ പീസ്ഫുള്ളായിട്ട് തോന്നിയ, കടന്നു പോകുമ്പോൾ വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാഴ്ച അവിടുത്തെ ഒരു സെമിറ്ററി ആയിരുന്നു. ശവക്കല്ലറകളുടെ ഭംഗി, അതിങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നതും അതിൻ്റെ ഓരോ കല്ലറയിലും വെച്ചിരിക്കുന്ന പൂക്കൾ, സമാധാന അന്തരീക്ഷം, ഒരു ഭയങ്കര പീസ്ഫുൾ, ഇന്ന് ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് ഒരു കരിയില പോലും അവിടെ ഒന്നും കിടക്കാതെ. അതിൽ കൂടെ ഞാൻ കുറേ സമയം ഇങ്ങനെ പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്ത് നടന്നു. 4ാമത്തെ ദിവസം കാര്യമായിട്ടൊന്നുമില്ല, അവർ സർട്ടിഫിക്കറ്റ് തരികയും വൈൻഡിങ് അപ്പും ഒക്കെയാണ്. അപ്പോൾ ഞാൻ വീട്ടിലോട്ട് വിളിച്ചപ്പോൾ അമ്മ കുറച്ച് പരിഭ്രമിച്ചിരിക്കുന്നു. അപ്പം മോൻ എൻ്റെ അടുത്ത് ഫോണിൽ വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മ എന്നെ പൂച്ച കടിച്ചു. അപ്പോൾ എന്നെ ഇങ്ങനെ ആൻറ്റി റാബീസ് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കുക, ഞാൻ ഛർദ്ദിച്ചു, എനിക്ക് അസുഖമായി. അവനൊന്നും 7 വയസ്സെങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര പേടിയായത് കേട്ടോ. പൂച്ച കടിച്ചു, എങ്ങനെ പൂച്ച കടിച്ചപ്പോൾ അവനിങ്ങനെ ഒരു സ്വഭാവമുണ്ട്, റോഡിൽ കൂടെ എന്ത് സാധനം ഇങ്ങനെ കിടന്ന് അവശത അനുഭവിക്കുന്ന കണ്ടല്ലോ അവനെടുത്ത് പരിചരിക്കും. ചിലപ്പോൾ എന്നെ എടുത്തുകൊണ്ട് വീട്ടിൽ വരും. പട്ടിക്കുട്ടിയാണെങ്കിലും പൂച്ചയാണെങ്കിലും ചിലപ്പോൾ ഒരു തവള എടുത്തുകൊണ്ട് വന്നു, ഒരു ആമയെ എടുത്തുകൊണ്ട് വന്നു. മൃഗങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പക്ഷികളെ ഇങ്ങനെ വീണ് കിടക്കുന്ന കടുമോൻ എടുത്തുകൊണ്ട്, ഇപ്പോൾ ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അവൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ കൊണ്ടുവരുന്ന വഴിക്ക് ആ പൂച്ച അവനെ കടിച്ചു. അപ്പോൾ അവനത് അമ്മയുടെ അടുത്ത് വന്നപ്പോൾ അമ്മ പറഞ്ഞു അത് വിഷമുള്ള പൂച്ചയാണ്, എന്തായാലും കുത്തിവെക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്മോനെയും വിളിച്ചുകൊണ്ട് പോയി അവൻ ആ ഒരു ടെസ്റ്റ് ഡോസ് എടുത്തു. അപ്പോൾ പേടിച്ചു പോയി. അവിടെ ഇരുന്ന് ഒരുപാട് ഛർദ്ദിക്കുകയും കുത്തിവെക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുഴഞ്ഞ് വീഴുകയൊക്കെ ചെയ്ത് അങ്ങനെ. അപ്പോൾ എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര ടെൻഷൻ. അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് എങ്ങനെയെങ്കിലും എത്തിയാൽ മതി തിരിച്ച്. ലിയോണി വെച്ചിട്ട് എനിക്ക് ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ട് തോന്നിയത് അവിടുത്തെ ഫ്രൂട്ട്സാണ്. ഓറഞ്ച്, ഇത്രയുള്ള കുഞ്ഞു കുഞ്ഞു ഓറഞ്ച്, ഭയങ്കര മധുരം, നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഓറഞ്ചാണ്. 2-3 കിലോ ഓറഞ്ച് ഞാൻ വാങ്ങിയായിരുന്നു അവിടുന്ന്. പിന്നെ അവിടെ വേറെ ഒരു പ്രശസ്തമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അവിടുത്തെ കേക്ക്സാണ്. പല പല വെറൈറ്റി കേക്ക്സ് ഉണ്ട്, നല്ല നല്ല പെട്ടികളിനകത്ത് വരുന്ന. ചോക്ലേറ്റിനേക്കാളും കൂടുതൽ അവിടെ കേക്ക്സും ബ്രെഡും ഒക്കെ വലിയ ഫേമസ് ആണ്. ഞാനങ്ങനെ കുറേ കേക്ക്സ് വാങ്ങിച്ചു. ഫ്രഞ്ച് റവല്യൂഷൻ്റെ സമയത്ത് മേരി ആന്റോയിനറ്റ് പറഞ്ഞത് ആളുകൾക്ക് കഴിക്കാൻ ബ്രെഡില്ല എന്ന് പറഞ്ഞപ്പോൾ then let them eat cakes എന്ന് പറഞ്ഞതിൻ്റെ ഓർമ്മയ്ക്കാണോ എന്നറിയില്ല. ഫ്രഞ്ച് അവിടെ മുഴുവൻ ഗാറ്റോസ്, കേക്ക്സിൻ്റെ ഷോപ്സാണ്. ഇങ്ങോട്ടുള്ള ഫ്ലൈറ്റ് പക്ഷേ കുറച്ച് കഷ്ടമായിരുന്നു. അത് ബോംബെ വഴിയായിരുന്നു വന്നത്. ഞാൻ സെൻട്രൽ സീറ്റിലായിരുന്നു, ഒരാൾ ഒരു വശത്തും വേറൊരു വശത്തും, ഞാൻ നടുക്കൊരു പെണ്ണ്. ഇപ്പുറത്തിരുന്ന ആൾ വലിയ കുഴപ്പമില്ല, ആൾ ഫുൾ ടൈം ഉറക്കമായിരുന്നു. പക്ഷേ ഇപ്പുറത്തിരുന്ന കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഫുൾ ടൈം മദ്യപാനമായിരുന്നു. അപ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആളെൻ്റെ അടുത്ത് ചോദിക്കുന്നു വേണോ എന്ന്. ഞാൻ ആളെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല വേണ്ട, കുടിക്കാൻ പറ്റില്ല. അവിടെ ഫ്ലൈറ്റിനകത്ത് അങ്ങനെ മദ്യപിക്കുന്നതൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. എന്തായാലും ബോംബെ എത്തിയിട്ട് അവിടെയും ഒരു ദിവസം രാത്രി മുഴുവൻ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ അന്നും എനിക്ക് ഈ യാത്രയൊന്നും ഫെമിലിയർ അല്ലാത്തത് കൊണ്ട് പറ്റിയതാണ്. ഞാൻ എൻ്റെ ചെക്ക്-ഇൻ ബാഗേജ് എടുത്തില്ല. പാരീസിൽ നിന്നുള്ള എയർ ഇന്ത്യ ഫ്ലൈറ്റ് ബോംബെയിൽ വന്നിട്ട് അവിടുന്ന് വേറൊരു ജെറ്റ് എയർ ഇന്ത്യ മറ്റേ ഫ്ലൈറ്റ് കയറിയിട്ടാണ് കൊച്ചിയിലോട്ട് വന്നത്. അപ്പോൾ ഫ്ലൈറ്റ് മാറുമ്പോൾ ബാഗും കൂടെ, ചെക്ക്-ഇൻ ബാഗും കൂടെ എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ ത്രൂ ചെക്ക്-ഇൻ ബാഗേജ് എടുക്കേണ്ട, അവർ കൊണ്ടുവന്നോളൂ എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് മാത്രം എടുത്തുകൊണ്ടാണ് തിരിച്ച് കൊച്ചിയിലെത്തിയത്. കൊച്ചിയിലെത്തിക്കഴിഞ്ഞിട്ട് ഞാൻ ബാഗിന് വേണ്ടി കാത്തിരുന്നിട്ട് ബാഗ് വരുന്നില്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ബോംബെയിൽ എവിടെയോ കിടപ്പുണ്ടെന്ന്. അങ്ങനെ അതും പ്രയാസമായി, കാരണം അതിനകത്ത് കേക്കുകളും ഓറഞ്ചും എല്ലാം ഇരുന്ന് കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോകില്ലേ.
പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് അവിടെ ബോംബെയിലുള്ള ഒരു CBI ഓഫീസറെ വിളിച്ച് പറഞ്ഞു അവിടുന്ന് ബാഗ് ട്രേസ് ചെയ്ത് എടുപ്പിച്ച് ഒരു ഫ്ലൈറ്റ് കയറ്റി വിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് അതെനിക്ക് കിട്ടുന്നത്. ഒരുപാട് പ്രശ്നങ്ങൾ നിറഞ്ഞ ഒരു യാത്രയായിരുന്നു എൻ്റെ ഫ്രാൻസ് യാത്ര. അപ്പോൾ ഫ്രാൻസിൽ പോയി ലിയോൺ ഇൻ്റർപോളിലുള്ള ഒരു സ്ഥലത്ത് പോയി ഡ്രാഫ്റ്റ് പ്രോട്ടോകോൾ ഫോർ ട്രാഫിക്കിംഗ് ഇൻ വിമൻ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു എന്നൊക്കെ പറയാമെങ്കിലും പോയപ്പോൾ തൊട്ട് ആ യാത്രയിൽ ഉടനീളം അവിടെ ചെല്ലുന്നപ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ ഹിച്ചസ്, പ്രോബ്ലംസും ബുദ്ധിമുട്ടുകളും ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു സമാധാനം കിട്ടിയിരുന്നില്ല മനസ്സിന്. തിരിച്ച് വരുന്നത് വരെ ആ മോൻ്റെ പൂച്ച കടിച്ചു, കുത്തിവെച്ചു, വയ്യാതിരുന്നു എന്നൊക്കെയുള്ള ആ ഒരു വിഷമവും അതിൻ്റെ പുറത്തുകൂടായി. അപ്പം സന്തോഷകരമായിരുന്നില്ല ആദ്യത്തെ വിദേശ യാത്ര. വളരെ സന്തോഷമാണ് എന്നൊക്കെ വിചാരിച്ച് നമ്മൾ ഒരു എക്സൈറ്റഡ് ആയിട്ട് നോക്കിയിരിക്കുന്ന ഒരു കാര്യത്തിൽ അനുഭവം വരുമ്പോഴേക്കും ആ അനുഭവത്തിൻ്റെ ഉടനീളം ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പോറലുകളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ചിരിയോടൊപ്പം ചില കണ്ണീര് പൊടിയുന്ന അവസരങ്ങൾ വരുമല്ലോ. അതുപോലെ ഒന്നായിപ്പോയി എൻ്റെ ആദ്യത്തെ വിദേശ യാത്ര. സസ്നേഹം, ശ്രീലേഖ.